നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് സച്ചി വീട്ടിലേക്ക് വരുമ്പോ രേവതിയും വർഷയൊക്കെ സച്ചിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നേ. അപ്പോഴേക്ക് സച്ചി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. അങ്ങനെ സച്ചി കൊണ്ടുവന്ന് വർഷയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രേവതി ചോദിച്ചു, ഇതെന്താ സച്ചിയേട്ടാ? അതെ, ഇത് വർഷയ്ക്കുള്ളതെന്ന് പറഞ്ഞു. എനിക്കുള്ളോ? എനിക്കെന്താ? നിനക്കല്ല, നിന്റെ വയറ്റ് വളർന്ന കുഞ്ഞിനുള്ളോ? അതെ, കുഞ്ഞുടുപ്പ, പെൺകുഞ്ഞിനുള്ള ഉടുപ്പാന്ന് പറഞ്ഞു. നിന്റെ വയറ്റ് വളർന്ന പെൺകുഞ്ഞാന്നുള്ള കാര്യം എനിക്കറിയാന്ന് പറഞ്ഞു. ശ്രീകാന്തും രേവതിക്ക് ഒരു നിമിഷം ഒന്നും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വർഷ സച്ചി ഒന്ന് നോക്കുവാണ്. അതെ, ഞാൻ പറഞ്ഞ മാറാനൊന്നും പോകുന്നില്ല, ഉറപ്പായിട്ടും പെൺകുഞ്ഞ് തന്നെയാന്ന് പറഞ്ഞു. വർഷയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. വർഷ പെട്ടെന്നൊന്നും മിണ്ടാതെ അതുമായിട്ട് അങ്ങോട്ട് അകത്തേക്ക് പോയി. വർഷയ്ക്ക് സങ്കടം വരുന്നുണ്ടായിരുന്നു. കാരണം സച്ചേണ്ണൊക്കെ എത്രമാത്രം പ്രതീക്ഷിക്കുന്നുണ്ട് തൻ്റെ വയറ്റുള്ള ആ കുഞ്ഞിനെ കാണാനായിട്ട്. അവരെത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് താൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് നടക്കുന്നത്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. അപ്പോഴേക്കും രേവതി പറഞ്ഞു, സച്ചേട്ടാ ഇപ്പോഴൊന്നും വാങ്ങിക്കൊണ്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അതെന്താ രേവതി? അതെ, നേരത്തെ അങ്ങനെ ഡ്രസ്സൊന്നും വാങ്ങി വെക്കാറൊന്നുമില്ല. അതൊക്കെ പണ്ടുള്ള ആൾക്കാർ പറയണല്ലേ, ഇപ്പോഴങ്ങനെയൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു, അല്ല ഞാനങ്ങോട്ട് പറഞ്ഞോളെന്ന് പറഞ്ഞു. അതെ, നീ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി സച്ചിക്ക് ഫുഡൊക്കെ എടുത്തു കൊടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനും സച്ചിയും രേവതിയും കൂടെ വർത്താനം പറഞ്ഞുകൊണ്ട് ഹാളിലിരിക്കുമ്പോൾ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നേ. ചന്ദ്രമതി വന്നിട്ട് പറഞ്ഞു, അതെ ഇതുവരെയായിട്ട് സുധി എത്തിയിട്ടില്ല. അവനെ വിളിച്ചിട്ടാണ് ഫോണും എടുക്കണില്ല. ഫോൺ എടുക്കുന്നില്ലേ? അവൻ ചിലപ്പോൾ ഏരോടെയെല്ലാം തെണ്ടാൻ പോയി കാണുന്നു സച്ചി പറഞ്ഞു. ഞാൻ വിളിച്ചാൽ അവൻ കോൾ എടുക്കണ്ട, പക്ഷെ കോളും എടുത്തിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ അവൻ ചിലപ്പോൾ ഷോപ്പിൽ കാണുമായിരിക്കും. എന്തേലും തിരക്കായിരിക്കും ചന്ദ്രൻ, നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന് രവീന്ദ്രൻ പറഞ്ഞു. ഷോപ്പിലാണെങ്കിൽ അവന് കോൾ എടുത്താലെന്താ, പക്ഷെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യാം, ഷോപ്പിലെ ആരുടെയും നമ്പറിലേക്ക് വിളിച്ചു നോക്കിയാൽ മതിയല്ലോ. അതും പറഞ്ഞ് ഷോപ്പിലേക്ക് വിളിച്ചു നോക്കുകയാണ്. അങ്ങനെ വിളിച്ചു നോക്കിയപ്പോഴാണ് അറിയുന്നത് ഷോപ്പിലേക്ക് എത്തിയിട്ടില്ലെന്ന്. എത്തിയിട്ടില്ലെന്നോ? ചന്ദ്രമതിക്ക് ടെൻഷനായി. ദൈവമേ, ഇനിയിപ്പോൾ ആ ശ്രുതി എന്ന് പറയുന്ന ഒരുമ്പട്ടോള് അവനെ എങ്ങനെ കറക്കിയെടുത്തോണ്ട് എവിടെയും പോയോ? എൻ്റെ മോനൊരു പാവമാണ്, മിക്കവാറും അവളുടെ സ്വഭാവമല്ലേ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് സച്ചി പറഞ്ഞു, അമ്മ ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കില്ലേ, ഞാനൊരു കാര്യം ചെയ്യാം, ആനന്ദിനെ ഒന്ന് വിളിച്ചു നോക്കാം. സുധിയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്നൊക്കെ കരുതിയിട്ട് ആനന്ദിനെ വിളിക്കുവാണ്. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് ആനന്ദ് ആ കാര്യം ചോദിക്കുന്നത്. അല്ല, അപ്പം നിങ്ങൾ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? പോലീസ് സ്റ്റേഷനിലേക്ക് പോയില്ലേന്ന് ചോദിച്ചു. ഇല്ല, എന്താ? സുധിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. അറസ്റ്റ് ചെയ്യാൻ എന്തിന്? മുക്കുവണ്ടം കൊണ്ടേ പണയം വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. മുക്കുവണ്ടം പണയം വെച്ചോ? സുധിയോ? അതെ, അതിന്റെ പേരില് ഇപ്പൊ സുധി പോലീസ് ലോക്കപ്പില്ല. ഞാൻ കരുതി നിങ്ങൾ പോയി സുധിയെ ഇറക്കി കാണുമായിരിക്കുന്ന. ഇത് കേട്ടത് ഞെട്ടിപ്പോയി സച്ചിയൊക്കെ. വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. പിന്നീട് കോള് കട്ട് ചെയ്തിട്ട് ചന്ദ്രമതിയോടും രവീന്ദ്രനോടും കാര്യം പറയണം. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, അവൻ മുക്കുവണ്ടം കൊണ്ടേ പണയം വെച്ചെന്നോ? സച്ചി പറഞ്ഞു, മിക്കവാറും കണ്ടു. ഇന്നലെ ഗിഫ്റ്റ് കിട്ടിയത് അതുകൊണ്ടേ പണയം വെക്കാൻ പോയി കാണും. ഞാൻ അപ്പോഴേ പറഞ്ഞ പാർലേട്ടത്തിലെ ആള്, അത് ഒറിജിനൽ സ്വർണ്ണമൊന്നും ആയിരിക്കില്ല. അമ്മയ്ക്ക് മുക്കുവണ്ടം തന്ന അമ്മയെ പറ്റിക്കാൻ നോക്കിയതാ. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അവൻ എന്നെ രാവിലെ വിളിച്ചാ ആ സ്വർണം കൊണ്ടേ മീരയെ ഏൽപ്പിച്ചെന്നൊക്കെയാ പറഞ്ഞേ. എൻ്റെ അമ്മയുടെ മോന്റെ സ്വഭാവം അമ്മയ്ക്ക് ഇതിലായിട്ട് മനസ്സിലായിട്ടില്ലേ? അത് പണയം വെക്കാനായിട്ട് കൊണ്ടുപോയി. അങ്ങനെ അങ്ങോട്ട് പോലീസ് പിടികൂടിയതാന്ന് തോന്നേ. ദൈവമേ, ഇനി എന്ത് ചെയ്യും? ചന്ദ്രമതിക്ക് ആ പട ഇതായി ബുദ്ധിമുട്ടായി. നാട്ടുകാരെല്ലാം അറിഞ്ഞു കാണത്തില്ലേ? എല്ലാവരും അറിഞ്ഞ് നാണക്കേടാകത്തില്ലെന്ന് ചോദിച്ചു. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഇങ്ങനൊരു കഥ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും അറിയും. ചന്ദ്രമതി പറഞ്ഞു, ഇനിയിപ്പം മനുഷ്യന്മാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? അവള് കാരണം ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുവാണല്ലോ. അല്ലേലും അവൻ മന്ദബുദ്ധിയാന്ന് പറയണേ. ഇതാ തലയ്ക്കകത്ത് ഇത്തിരി പോലും ബുദ്ധിയും ബോധമില്ല. സച്ചി പറഞ്ഞു, സ്വർണവും മുക്കുകൊണ്ടവും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്തവര് എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? രവീന്ദ്രൻ പറഞ്ഞു, അവനെ പഠിപ്പിച്ച് വെറുതെ ആയി പോയല്ലോ. ചന്ദ്രമതി പറഞ്ഞു, രവിയേട്ട ഇനി എന്താ ചെയ്യുന്നേ? അവനെ പുറത്തിറക്കണ്ടേന്ന് ചോദിച്ചു. രവീന്ദ്രൻ പറഞ്ഞു, അവിടെ കിടക്കട്ടെ, എന്തിനാ അവൻ പുറത്തിറങ്ങണേ? ഇതുപോലെ വീണ്ടും ചെന്ന് ഓരോ മണ്ടത്തരത്തിൽ വീഴാനായിട്ടോ? എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറാത്തൊരുത്തന് ഇതുപോലെ ഉണ്ടോന്ന് ചോദിച്ചു. സച്ചി പറഞ്ഞു, അത് ശരിയാ, അകത്ത് കിടന്നാലേ പഠിക്കോളെന്നും പറഞ്ഞ് സച്ചി നേരെ ഇങ്ങോട്ട് പോയി. അപ്പോഴേക്കും രേവതി പിന്നാലെ എന്നിട്ട് ചോദിച്ചു, അല്ല സുധീനെ പുറത്തിറക്കണ്ടേ? പുറത്തിറക്കാനോ? നമ്മൾ അങ്ങോട്ട് ചെന്നിട്ടുണ്ടേ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഞാൻ ചോദിച്ചാ. അല്ല, ഇനിയിപ്പം സച്ചേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാം, എനിക്ക് പോകുന്നതിന് കുഴപ്പമില്ല. അല്ല, ഇനിയിപ്പോൾ സച്ചേട്ടൻ ചെന്നിട്ടുണ്ടെങ്കിൽ സച്ചേട്ടനെ പിടിച്ചിടിക്കാൻ പറ്റുമോ ചെയ്യോ? എന്തിന്? അല്ല, ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതല്ല, എനിക്ക് നല്ല പേടിയുണ്ട് സച്ചേട്ടാ. സച്ചി പറഞ്ഞു, ഞാൻ പോയി കാര്യങ്ങൾ പറയാം.
അപ്പോഴേക്കും രേവതി ഒരു കാര്യം ചെയ്യാം, ആ SI സാറിനെ വിളിച്ചിട്ട് നാളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പറ. എത്ര കിട്ടിയാലും പഠിക്കില്ലല്ലോ, പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. ഒടുവില് രവീന്ദ്രൻ സച്ചിയോട് ഒന്ന് കാര്യങ്ങൾ പറയാണ്. എടാ മോനെ, എന്താന്ന് പറഞ്ഞാലും അവനെ ഇറക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, ഞാൻ നിന്നോടൊപ്പം വരാമെന്ന് പറഞ്ഞു സ്റ്റേഷനിലേക്ക്, നീ നമുക്ക് പോയാലോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, വേണ്ട അച്ഛൻ വരണ്ട, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. എടാ മോനെ, നീ തനിച്ച് വേണ്ട, ഞാൻ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി സ്റ്റേഷനിലേക്ക് പോവാണ്. ഈ സമയം ചന്ദ്രമതി ശ്രുതി അറിഞ്ഞ് പ്രായിക്കൊണ്ടിരിക്കുക. അവള് ആ നാശം പിടിച്ചവള് ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. കണ്ടു, അവൾ അനുഭവിക്കും ഇതിനൊക്കെ, എൻ്റെ മോനോട് ചെയ്തതിനൊക്കെ. ഇത് കേട്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു, നീ എന്തിനാ ചന്ദ്ര അവളെ പ്രാവുന്നേ? നിന്റെ മോന് ഇതുവരെ ആയിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല. അത് ഓടിക്കൊണ്ടേ പണയം വെക്കാൻ പോയത് സമ്മതിച്ചു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. സമയം സുധി ആകപ്പാടെ പെട്ട് ലോക്കപ്പിലിരിക്കുകയാണ്. സുധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആകപ്പാടെ നാണക്കേടുമായി. താൻ വലിയ ഷോപ്പിന്റെ ഓർഡറാ, എന്നിട്ടിപ്പോ ആട്ടെ മുക്കുവണ്ടം കൊണ്ട് പണയം വെച്ച കേസിൽ അറസ്റ്റിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം കടയിലേക്ക് കസ്റ്റമേഴ്സ് പോലും വരാതാവും. അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ സുധിക്കുള്ള നിയന്ത്രണം വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പത്തിന് സച്ചി അങ്ങോട്ട് വന്നു. സച്ചി വന്ന് SI സാറിനെ പോയി കാണുവാണ്. സാറേ, എൻ്റെ ചേട്ടനാന്ന് പറഞ്ഞു. ആ, നിന്റെ ചേട്ടനായിരുന്നോ? അവനെ എന്തിനാ പിടികൂടിയെന്ന് അറിയാലോ. അപ്പോഴേക്കും സച്ചിയുള്ള കാര്യം പറയാണ്. അതെ, അമ്മയുടെ പിറന്നാള് ഗിഫ്റ്റ് കിട്ടിയ മാലയാ, അത് പിന്നെ സുധിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു. എടോ, അവന് കുറെ ഡിഗ്രി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, എന്നിട്ട് അതിനുള്ള ബുദ്ധിയും ബോധവും ഇല്ലാതായോ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല സാറേ എന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് സച്ചി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എഴുതി വെപ്പിച്ചിട്ട് സുധിയെ പറഞ്ഞു വിടുവാണ്. സുധിയെ വിളിച്ചിറക്കി വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സച്ചി പറഞ്ഞു, എന്നാലും നിന്റെ തലയ്ക്ക് ഇത്തിരി ബുദ്ധിയും ബോധം പോലും ഇല്ലല്ലോ. എടാ സച്ചി, ഞാൻ വിചാരിച്ചു അവള് തന്ന സ്വർണമായിരിക്കുന്നു. സ്വർണം അതും പാർലേട്ടത്തി അമ്മയ്ക്ക് കൊടുക്കുന്നു തോന്നുന്നുണ്ടോ സുധിക്ക്? ഒരു കാരണവശാലും ഇല്ല. അങ്ങനെ ചെയ്യണമെങ്കിലുണ്ടല്ലോ, അല്ലെങ്കിൽ അവരുടെ അതിന് മാത്രം പണം എവിടെ ഇരിക്കുന്നത്? ഇത് എവിടുന്ന് കിട്ടുമെന്ന് ഓർത്താ? മലേഷ്യ ബിസിനസ് ഒക്കെ അവരുടെ അച്ഛനോടെന്ന് പറഞ്ഞ കള്ളത്തരമൊന്നും പൊളിഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് സുധിയേട്ടൻ ഇതൊക്കെ വിശ്വസിച്ചോന്ന് ചോദിച്ചു. ഞാൻ എന്നാലും അവളെ വിശ്വസിച്ചു പോയെന്ന് പറഞ്ഞു. ആ, ഇപ്പൊ സമാധാനമായല്ലോ, നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഇനിയിപ്പോ ഷോപ്പിന്റെ കാര്യത്തിലും തീരുമാനമാവും. കാരണം ഷോപ്പിലേക്ക് ഒരു ആൾക്കാർ വരുവോ, മുക്കമണ്ടം പണയം വെച്ച കേസിൽ അറസ്റ്റിലായവന്റെ ഷോപ്പല്ലേ എന്നൊക്കെ പറഞ്ഞോണ്ട് സച്ചി കുറെ അങ്ങോട്ട് പറയാണ്. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒരെണ്ണം കാരണം തീർത്ത് തരേണ്ടതാ. അല്ല, പോലീസുകാർ നല്ലത് തന്നെന്ന് തോന്നല്ലോ. അത് പിന്നെ അത് മനസ്സിലായി. അതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആരുടെയും ചോദിക്കണ്ടേ? അമ്മ പറഞ്ഞല്ലേ അതുകൊണ്ട് പണയം വെക്കാൻ അല്ല അതുകൊണ്ട് കൊടുക്കണമെന്ന്. എന്നിട്ടോ സുധിയേട്ടൻ കള്ളത്തരം കാണിച്ചു. ഇപ്പോഴും അതിനൊരു മാറ്റമില്ലല്ലേ? ചിലരൊക്കെ എത്ര കിട്ടിയാലും പഠിക്കില്ല, അനുഭവിച്ചോളാൻ പറഞ്ഞു. സുധിക്ക് ആകെപ്പാടെ വിഷമമായി പോയി. സുധി ചോദിച്ചു, അമ്മ അറിഞ്ഞോ? പിന്നെ എല്ലാരും അറിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബാക്കി കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ സുധിയേയും കൂട്ടിക്കൊണ്ട് സച്ചി വരുമ്പോഴത്തേനും ചന്ദ്രമതി ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. സുധിയെ കണ്ടപടി പാഞ്ഞു. എന്നിട്ട് സുധിയുടെ കർണം തീർത്തൊന്ന് പൊട്ടിക്കുകയാണ്. എന്ത് പരിപാടിയാടാ നീ കാണിച്ചതെന്ന് ചോദിച്ചോണ്ട്, നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ അത് അവൾക്ക് കൊണ്ട് കൊടുത്തേക്കണമെന്ന്. അവള് സ്വർണം തരുമെന്നും പറഞ്ഞുകൊണ്ട് നീ എടാ ഇത്രയൊക്കെ ആയിട്ട് നീ പഠിച്ചില്ലോടാന്ന് പറഞ്ഞു. രവീന്ദ്രൻ ചെന്നിട്ട് സുധിയോട് പറഞ്ഞു, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ സുധി? നിന്നോട് അമ്മ പറഞ്ഞ് നിനക്ക് അങ്ങ് ചെയ്താൽ പോരായിരുന്നോ? ഇതിപ്പം നിനക്ക് തന്നെയല്ലേ നാണക്കേടായി പോയെന്നൊക്കെ പറഞ്ഞു. എല്ലാ വശത്തുനിന്നും സുധിക്ക് കുറ്റപ്പെടുത്തലുകൾ മാത്രമായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. സുധി ആകെപ്പാടെ നാണക്കേടും അതോടൊപ്പം തന്നെ ശ്രുതി വീണ്ടും ചതിച്ചല്ലോ എന്നൊരു ചിന്തയായിരുന്നു മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അപ്പൊ അതിന്റെ കഥകളൊക്കെ കാണുന്നേ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.